താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി SNDP ലൈബ്രറിയുടെ 1 വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ പ്രത്യേകമായ വിഷയങ്ങളിൽ മാത്രം വ്യാപരിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ഈഗോയിന്റെ ഫലമാണോ അതോ മറ്റു വല്ലതും ഉണ്ടോ എന്നതിന്റെ പിറകിൽ ഗൗരവമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത്തരം ഒരു ആരോപണത്തിന് തികച്ചും വിരുദ്ധമായി ഇവിടെ പറഞ്ഞു, മുൻപുള്ള വൈസ് ചാൻസലർമാരൊക്കെ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. വൈസ് ചാൻസലർമാർ വരണതുകൊണ്ട് ഒരു പ്രാധാന്യമില്ല, തുറന്നു പറയാം. അവിടുത്തെ അധ്യാപകരനവധി ഇവിടെ വന്നു, അവിടുത്തെ വിദ്യാർത്ഥികളും ഗവേഷകരും ഇവിടെ വന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വൈസ് ചാൻസലർമാർക്ക് വന്നിട്ട് വേണമെങ്കിൽ ഇത്ര ഒരു പ്രസംഗം നടത്തി പോവാം. ഈ വൈസ് ചാൻസലർമാരുടെ ഒരു അപകടവും ഇത് തന്നെയാണ്. കാരണം അവ അത്യന്തികമായി അവർക്ക് മസ്തപ്പണി ചെയ്യുന്ന ആൾക്കാരാണ്. അഡ്വക്കേറ്റ് KB സാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇന്നിവിടെ കുറച്ച് ഗ്രന്ഥശാല ലൈബ്രറിയന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായി രാവിലെ. ഇവിടെ പല മീറ്റിങ്ങുകളും നടക്കും. ഇതിന് 3 നിലകളിലായി. കാലടി SNDP ശാഖായോഗം സൗജന്യമായി പ്രവർത്തിക്കാവുന്നിടത്തോളം സമയം അതായത് ശാഖായോഗത്തിൻ്റെ മറ്റ് പരിപാടികൾക്ക് നിലവിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് സൗജന്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നാം സ്വന്തമായി സ്ഥലം കണ്ടെത്തുന്നതിന് ശാഖയും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം അതിനോട് ശ്രമിക്കുന്നുണ്ട്. ഒരു 50% അത് വിജയത്തിലെത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ മികച്ച ലൈബ്രറിയിനുള്ള പുരസ്കാരം നേടിയ രാധാ മുരളീധരനെയും സാമൂഹ്യ ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സിജിത ബാബുവിനെയും ആദരിച്ചു. പഠിക്കുന്ന കാലത്ത് തന്നെയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ റീഡിങ് അതാണ് എൻ്റെ പ്രധാനമായിട്ട് 70-കൾക്ക് മുമ്പാണ്. എത്ര ആൾക്കാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ലൈബ്രറിയുടെ പേരൊക്കെ അന്നത്തെ പഴയ 2 വ്യക്തികൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നോക്കേ. 2 വ്യക്തികൾ പ്രധാനമായിട്ടുണ്ടായിരുന്നതാണ് ഫാദർ ജോസ് തച്ചിൽ എന്ന് പറഞ്ഞ കാലടി പള്ളിയിലെ അച്ഛൻ, പിന്നെ ഷൺമുഖൻ ആണ്ടനാട്ട്. ഇവർ 2 പേരും അന്ന് സാഹിത്യ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്ന നിരന്തരമായി എല്ലാ മാസവും. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗം PB സജീവ്, കാലടി S മുരളീധരൻ എന്നിവർ സംസാരിച്ചു. നമുക്കൊരു വായനശാല തുടങ്ങാമെന്ന് ഇവിടുത്തെ പൂർവ്വസൂരികൾ വിചാരിച്ചത് തന്നെ തികച്ചും അത്ഭുതകരമായൊരു കാര്യമാണ്. അന്ന് ഒരമ്പലം തുടങ്ങുക എളുപ്പമാണ്. ഒരു തറ കെട്ടി ഒരു വിഗ്രഹം വച്ചാൽ, ഒരു ചെറിയ കല്ല് പ്രതിഷ്ഠിച്ചാൽ അതൊരു ക്ഷേത്രമായി അത് വളർത്താം, എളുപ്പമാണ്. ചെറിയ കുടിലൊക്കെ കെട്ടിയിട്ട് വളർത്താം. പക്ഷേ ഒരു വായനശാല തുടങ്ങാമെന്ന് പറഞ്ഞാൽ അന്ന് പുസ്തകങ്ങളില്ല, ആരുടെയും കയ്യിലില്ല. അഥവാ പുസ്തകം ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അത്യപൂർവമായൊരു നിധി പോലെ അവർ അത് കൊണ്ടു നടക്കുന്നവർ മാത്രമാണ് പുസ്തകം വാങ്ങുക. ആലുവ താലൂക്ക് സർഗോത്സവ വിജയികളെ യോഗത്തിൽ അനുമോദിച്ചു. ഡോക്ടർ CM നീലകണ്ഠൻ, ഡോക്ടർ KP ശ്രീദേവി എന്നിവർ നൽകിയ റഫറൻസ് പുസ്തകങ്ങളും റെക്കോർഡുകളും P തമ്പാൻ ഏറ്റുവാങ്ങി. തുടർന്ന് കലാപരിപാടികൾ നടത്തി. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 75 ദിവസം തുടർച്ചയായി വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, 75 വീട്ടുമുറ്റ സദസ്സുകൾ, 30 ദിവസം നീണ്ടുനിന്ന ഗുരുസാഹിത്യ സരണി, പുസ്തക പ്രദർശനങ്ങൾ, പുസ്തക പ്രസിദ്ധീകരണം, പുസ്തക പ്രകാശനങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്.